നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ രേഖ ഏതാണെന്ന് ചോദിച്ചാൽ ആധാർ കാർഡോ പാസ്പോർട്ടോ അല്ല, മറിച്ച് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായ വോട്ടേഴ്സ് ID കാർഡ് എന്ന തിരിച്ചറിയൽ രേഖയാണ്. ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് വോട്ടവകാശമാണ് എന്ന് നാം തിരിച്ചറിയണം. കേവലം ഇതൊരു അവകാശം മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഓരോ പൗരൻ്റെയും കടമയാണ്. എന്നാൽ ഈ അവകാശം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടാകണമെന്നത് നിർബന്ധമാണ്. അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ഈ അവസരം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പാടില്ല. എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക? അതിനായി ഏത് ഫോമാണ് ഉപയോഗിക്കേണ്ടത്? എന്തൊക്കെ രേഖകൾ സമർപ്പിക്കണം? വിദേശത്തുള്ളവർ എങ്ങനെ വോട്ടർ പട്ടികയിൽ ഇടം നേടും? എന്യൂമറേഷൻ ഫോം ലഭിക്കാത്തവരും വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരുമായ 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഉൾപ്പെടുത്തുന്നതിനുള്ള അപേക്ഷാ ഫോമാണ് ഫോം 6 എന്നത്. ഇവിടെ ഒരു സംശയമുണ്ടാകാം. വിദേശത്ത് ജോലി ചെയ്ത ആളാണ്, അദ്ദേഹം ഗൾഫ് ജീവിതം മതിയാക്കി സ്ഥിരതാമസത്തിനായി നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ മറ്റൊരിടത്തും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എങ്കിൽ ഫോം 6 അദ്ദേഹത്തിനും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ ഓൺലൈനായും ഓഫ്ലൈനായും നൽകാവുന്നതാണ്. എന്നാൽ വേഗതയ്ക്കും കൃത്യതയ്ക്കുമായി ഓൺലൈനിൽ നൽകുന്നതാണ് നല്ലത്. പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷ 6 എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത്? ഒന്നാമതായി പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. ഈ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ആയിരിക്കണം എടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഫോട്ടോയുടെ അളവ് എന്ന് പറയുന്നത് 4.5 × 3.5 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ അളവ്. രണ്ടാമതായി വയസ്സ് തെളിയിക്കുന്ന രേഖയാണ്. അതിലുൾപ്പെട്ടവ ആദ്യത്തേത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്, പിന്നീട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ്. ഒരുപക്ഷെ 10ാം ക്ലാസ് പാസ്സായിട്ടില്ല, SLC ബുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പ് നൽകിയാൽ മതി. അടുത്തതായിട്ട് SSLC ബുക്ക്, പിന്നീട് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ TC, മറ്റൊന്ന് ഡ്രൈവിംഗ് ലൈസൻസ് മുതലായവയാണ് വയസ്സ് തെളിയിക്കുന്ന രേഖയായി കണക്കാക്കുന്നത്. അടുത്തത് വിലാസം തെളിയിക്കുന്ന രേഖകളാണ്. വിലാസം തെളിയിക്കുന്ന രേഖകളിൽ ആധാർ കാർഡ്, പാസ്പോർട്ട്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് മുതലായവയാണ്. അടുത്തത് കുടുംബാംഗങ്ങളുടെ എപ്പിക് നമ്പറാണ്. കുടുംബാംഗങ്ങളുടെ എപ്പിക് നമ്പർ എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെയോ ഗ്രാൻഡ് പേരൻസിൻ്റെയോ വോട്ടേഴ്സ് ID നമ്പറാണ്. അതില്ല എങ്കിൽ അയൽവാസിയുടെ എപ്പിക് നമ്പർ നൽകിയാലും മതിയാവുന്നതാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ മേൽപ്പറഞ്ഞ രേഖകൾക്കൊപ്പം ഫോം 6 അപേക്ഷ നൽകാവുന്നതാണ്. ഈ അപേക്ഷ നൽകുന്നതോടൊപ്പം ഒരു ഡിക്ലറേഷൻ ഫോം കൂടി നമ്മൾ പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പുതുതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നിലവിലെ SIRൽ ഉൾപ്പെട്ടിട്ടുള്ള മാതാപിതാക്കളുടെയോ ബന്ധുവിൻ്റെയോ വിവരങ്ങൾ കൂടി നിങ്ങൾ നൽകേണ്ടതാണ്. പുതുതായി വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനാവശ്യമായ ഫോം 6 ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. കൃത്യമായി നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഫോം 6 അപ്ലൈ ചെയ്യാവുന്നതാണ്. കൃത്യമായി അറിയാത്തവർ അക്ഷയ സെൻറ്റർ വഴിയോ ഓൺലൈൻ സെൻറ്റർ വഴിയോ അപേക്ഷിക്കേണ്ടതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫോം 6A കുറിച്ചാണ്. എന്താണ് ഫോം 6A? ആർക്കൊക്കെയാണ് ഫോം 6A അപേക്ഷിക്കേണ്ടത്? എന്തൊക്കെ രേഖകളാണ് ഇതിനാവശ്യമായത്? 18 വയസ്സ് പൂർത്തിയായ ജോലിക്കോ പഠനത്തിനോ മറ്റാവശ്യങ്ങൾക്കോ ഇന്ത്യയിലെ താമസ സ്ഥലത്ത് നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് മാറി നിൽക്കേണ്ടി വരുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലെ മേൽവിലാസത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷാ ഫോമാണ് ഫോം 6A. അതായത് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷാ ഫോമാണ് ഫോം 6A. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്കാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതായത് EROയ്ക്കാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷകൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാലിഡിറ്റിയുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പൗരനായിരിക്കണം. മറ്റൊരു രാജ്യത്തെ പൗരത്വം ഉണ്ടാകാൻ പാടില്ല. അപേക്ഷകൻ പാസ്പോർട്ടിലെ ഇന്ത്യയിലെ വിലാസമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണോ, അതായത് പാസ്പോർട്ടിലെ അഡ്രസ്സ് ഏതാണോ, ആ വിലാസം ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിലെ വോട്ടർ പട്ടികയിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഫോം 6A അപേക്ഷിക്കുന്നവർ എന്തൊക്കെ രേഖകൾ ആവശ്യമാണെന്ന് നോക്കാം. നിങ്ങളുടെ ഏറ്റവും പുതിയ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ട് വെള്ള നിറത്തിലുള്ളതായിരിക്കണം. അതിൻ്റെ അളവ് 4.5 സെൻറ്റിമീറ്റർ, 3.5 സെൻറ്റിമീറ്റർ എന്ന ക്രമത്തിലാകണം.
അടുത്തത് പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ്. താഴെ പറയുന്ന വിവരങ്ങളുള്ള പേജുകളാണ് വേണ്ടത്. ജനനത്തീയതി, മേൽവിലാസം, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എന്നിവ ഉൾപ്പെട്ട പേജുകളാണ് ആവശ്യമായി വരുന്നത്. അടുത്തത് വിസയുടെ ഡീറ്റെയിൽസ് ആണ്. വിസയുടെ നമ്പർ, വിസയുടെ കാലാവധി എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നൽകേണ്ടത്. ഫോം 6A ബന്ധപ്പെട്ട് അപേക്ഷകൻ ഒരു ഡിക്ലറേഷൻ ഫോം കൂടി ഫില്ല് ചെയ്ത് നൽകേണ്ടതാണ്. ഫോം 6ൻ്റെയും 6Aയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപേക്ഷകൻ SIR ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മാതാപിതാക്കളുടെയോ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെയോ വിവരങ്ങൾ കൂടി നൽകേണ്ടതുണ്ട്. ആയതിനാൽ ആ ഡീറ്റെയിൽസ് കൂടി കയ്യിൽ കരുതേണ്ടതാണ്. ഫോം 6A അപേക്ഷ നൽകിയതിനു ശേഷം BLO അപേക്ഷയിൽ നൽകിയിരിക്കുന്ന മേൽവിലാസത്തിൽ അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തുന്നതാണ്.